ടാറ്റയുടെ അടുത്ത ഹോട്ട് സെല്ലിംഗ് പ്രോഡക്റ്റായിട്ട് മാറാൻ പോകുന്ന ഒരു വണ്ടിയാണ്. ഓടിച്ച് തന്നെ നോക്കി അഭിപ്രായം പറയേണ്ട ഒരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. ടാറ്റയുടെ അടുത്ത ഹോട്ട് സെല്ലിംഗ് പ്രോഡക്റ്റായിട്ട് മാറാൻ പോകുന്ന ഒരു വണ്ടിയാണ്. അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു 100 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മളൊരു 100 കിലോമീറ്റർ ഓടിച്ചാൽ നമ്മൾ തിരിച്ചെത്തത്തുള്ളൂ. സാധാരണ ഹിൽ സ്റ്റേഷനിലൊക്കെ EV കയറുന്ന സമയത്ത് ഒരുപാട് ചാർജ് ഇറങ്ങി പോകാറുണ്ട്. പക്ഷേ ഇത് അത്രയും നമുക്ക് ഇറങ്ങിപ്പോയില്ല എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട്. ഒരു 500-520 കിലോമീറ്റർ പ്രാക്ടിക്കലി കിട്ടും. കമ്പനി ഒരു IRA സർട്ടിഫൈഡ് 650 ആണ് പറയുന്നത്. എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു 520 കിട്ടുന്ന ഒരു പ്രാക്ടിക്കലായിട്ട് ലോങ് ടൈം കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ്. 15 വർഷം വാറണ്ടി ഉണ്ട്. അപ്പോൾ ആ ടെൻഷൻ ഇല്ല. കളർ ഓപ്ഷൻസിന് ഇഷ്ടംപോലെ കളറുണ്ട്. പിന്നെ ഷേപ്പിനായിട്ട് നല്ലൊരു ബോക്സ് ഷേപ്പ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ഷേപ്പ് തന്നെയാണ്. സേഫ്റ്റി ഫീച്ചറിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ ഓരോ വണ്ടിയുടെ ബോണറ്റും ഡോറൊക്കെ അടച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടാത്ത കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നോർമൽ ഡീസലും പെട്രോളിനും ആൾറെഡി 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇനി അടുത്തൊരു പേടി എന്ന് പറഞ്ഞാൽ ബാറ്ററിക്ക് എന്തെങ്കിലും അടിവശം തട്ടി ഡാമേജ് ആകുന്നു. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുകൊണ്ട് ആ പ്രശ്നമില്ല. എക്സ്ട്രാ ആക്സസറി ആയിട്ട് നമുക്ക് അവിടത്തുള്ള ഗാർഡ്സ് കിട്ടും. അപ്പോൾ ആ പ്രശ്നവും മാറി. പിന്നെ പ്രൈസ് ഒരു 20.5 ലക്ഷം രൂപയായിട്ട് ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 28 വരെയാണ് ഓൺ റോഡ് പ്രൈസ് ഏകദേശം വരുന്നത് കേരളത്തിലെ. അപ്പോൾ ആ ഒരു പ്രൈസിൽ അത്യാവശ്യം നല്ലൊരു വണ്ടി എന്ന് തന്നെ തീർച്ചയായിട്ടും പറയേണ്ടി വരും. അഡാസ് ഉൾപ്പെടെയുള്ള എല്ലാ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും ഉണ്ട്. JBLന്റെ സ്പീക്കർ സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ ഒരു ലക്ഷറി വാഹനം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് 19 ഇഞ്ച് വീലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ ഈ വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒന്നുള്ളത് ആക്ച്വലി കോയമ്പത്തൂർ കൂനൂരാണ്. ഒരു ഹിൽ സ്റ്റേഷനാണ്. ഊട്ടിക്ക് പോകുന്ന വഴിയാണ്. അതുകൊണ്ട് തൊട്ട് ബാക്കിൽ ഒരു ടീ പ്ലാന്റേഷനൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ കയറിയത് എങ്ങനെയാണ് ടീ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടു. അതിൻ്റെ ഫ്രണ്ടിട്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഓടിച്ചുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ പറയാൻ പോകുന്നത്. നമ്മൾ സിയാറയുടെ അകത്തോട്ട് കയറി. ഒരു പ്രീമിയം ടെക്സ്റ്റർ. ഇത് ആക്ച്വലി നമ്മൾ ഡീസലും പെട്രോളും വന്നപ്പം കണ്ട കാര്യമാണ്. അതിലൊന്നും മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്, നമുക്കൊരു 20 ലക്ഷം രൂപ പ്രൈസ് ബ്രാക്കറ്റിൽ ഒരു പ്രീമിയം ഇന്റീരിയർ കിട്ടുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ടോപ്പ് എൻഡ് പോയാലേ ഈ കാണുന്ന എല്ലാ ഫീച്ചറും കിട്ടുള്ളൂ. എങ്കിൽ പോലും നമുക്ക് 28 ലക്ഷം രൂപ താഴെ പ്രൈസിങ് നിൽക്കും. ആ പ്രൈസിൽ ഒരു വർത്തായിട്ടുള്ള ഒരു 500 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന നല്ലൊരു പ്രോഡക്റ്റ് തന്നെ ആണ് കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ വണ്ടി ഓടിക്കുകയാണ്. ഇത് ആക്ച്വലി ഒരു 4 വീലർ വാഹനമാണ്. ഒരു കോഡ് വീൽ സിസ്റ്റം ഉള്ള വണ്ടി. പക്ഷേ ഇതിനകത്തുള്ള വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടുന്ന സ്വിച്ചുകളൊന്നും ഇവിടെ ഇല്ല. സാധാരണ വണ്ടിയിൽ കാണുമ്പോൾ ഒരു 4 വീലറുള്ള വണ്ടി കയറുമ്പോൾ അതിനുവേണ്ടി കുറച്ച് സ്വിച്ചുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണും. ആ സംഭവങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ വണ്ടിയുടെ ഈ ഒരു സെന്റർ കൺസോൾ വന്നിരിക്കുന്നത്. ഇനി ആകപ്പാടുള്ളതെന്ന് പറഞ്ഞാൽ ട്രാക്ഷൻ മോഡ് മാത്രം റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 6 ട്രാക്ഷൻ മോഡ് വരുന്നുണ്ട്. പിന്നെ നോർമലി ഉള്ള വണ്ടികൾക്ക് സ്പോർട്സ് മോഡ്, എക്കോ, സിറ്റി, ഈ 3 മോഡ് നോർമലി ഉള്ളതാണ്. അതുകൊണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി പല വേരിയന്റുകളായിട്ട് കോഡ് വീൽ ഉള്ളതും കിട്ടും, ഇല്ലാത്തതും കിട്ടും. കോഡ് വീൽ ഉള്ളത് വേണമെങ്കിൽ ഏകദേശം 1.5 ലക്ഷം രൂപ അധികം നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ മതി. അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് നമുക്ക് സിയാറ EVക്കകത്ത് പറയാനുള്ളത്. 2 ബാറ്ററി പാക്ക് ആണെന്ന് പറഞ്ഞു. ഇതിന്റെ റേഞ്ച് വരുമ്പോഴത്തേക്ക് 63 കിലോ വാട്ട് ആണെങ്കിൽ പ്രാക്ടിക്കലി നമുക്കൊരു 440 അല്ലെങ്കിൽ 400 to 440 പ്രാക്ടിക്കലി കിട്ടും. ഹിൽ സ്റ്റേഷൻസിലൊക്കെ വരുമ്പോൾ ചെറിയൊരു വേരിയേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ആ ഒരു വ്യത്യാസം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് തിരിച്ച് എടുക്കാൻ പറ്റും. കാരണം ഇറങ്ങുന്ന സമയത്ത് നമുക്ക് വലിയ ആക്സിലേഷൻ വേണ്ടി വരില്ല. പിന്നെ റീജനറേഷൻ നമുക്ക് 3 ലെവലുണ്ട്. ആ ലെവലിൽ ഇട്ടിട്ട് ഒരു വേണമെങ്കിൽ 3 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിങ്ങും കുറച്ച് ഒഴിവാക്കാൻ പറ്റും. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കയറിയ സമയത്തുള്ള നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് EV ആയതുകൊണ്ട് തന്നെ നമുക്ക് മാനുവൽ, ഓട്ടോമാറ്റിക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് ഓട്ടോമാറ്റിക് വാഹനം മാത്രമേ കിട്ടുള്ളൂ. നല്ല പവർ ഉണ്ടായതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു സാധാരണ ഹിൽ സ്റ്റേഷനിലൊക്കെ കയറുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവാറുണ്ട് വണ്ടി ഓടിക്കുന്ന ആൾക്ക്. പക്ഷേ ഇത് അത്തരത്തിൽ യാതൊരു ക്ഷീണം ഉണ്ടാവില്ല. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരുപാട് ഡ്രൈവും കാര്യങ്ങളൊക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് EV എടുക്കുന്ന മിക്കവാറുടെ വണ്ടികളുടെ കിലോമീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ഞാൻ 25,000 കിലോമീറ്റർ ഓടിച്ചു, 30,000 കിലോമീറ്റർ, ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ കാര്യം ഇതാണ്. ഇത്ര റേഞ്ച് കിട്ടുന്നതുകൊണ്ട് മാത്രമല്ല, എക്സ്പെൻസ് കുറവായതുകൊണ്ട് മാത്രമല്ല, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വണ്ടി ഓടിക്കാം. അതൊരു അഡ്വാൻറ്റേജ് ആണ് സിയാറ മാത്രമല്ല ഏത് EV എടുത്താലും അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇത്രത്തോളം റേഞ്ച് കിട്ടുന്നതുകൊണ്ട് നമുക്ക് കണ്ണും പൂട്ടി എല്ലാവരും എടുത്തുകൊണ്ട് പോവാം. പിന്നെ ചാർജിങ് സ്റ്റേഷൻസ് ഇഷ്ടം പോലായി. അത് പണ്ടൊക്കെ 30 കിലോ വാട്ട് ചാർജിങ് സ്റ്റേഷൻസ് ആയിരുന്നു. ഇപ്പോൾ അത് മാറി 60, 90, 120 ഒക്കെ. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ 120 ചാർജിങ് സ്റ്റേഷനൊക്കെ കണ്ടു ഒരുപാട്. ആ ഒരു കാര്യത്തിൽ ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി അതുപോലെ വണ്ടിയുടെ ഓഫ് റോഡ് കേപ്പബിലിറ്റിയെ കുറിച്ച് പറയാം. ഇന്നലെ നമ്മൾ ആക്ച്വലി ഇതിന്റെ ഫുൾ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 80% കാര്യങ്ങൾ വണ്ടി ചെയ്തോളും. 20% കാര്യങ്ങൾ മാത്രം ഓടിക്കുന്ന ആൾ ചെയ്താൽ മതി. കാരണം അതിനകത്ത് നമ്മൾ മോഡ് മാറ്റിയതൊക്കെ തന്നെ ഏകദേശം സാൻഡിലൊക്കെ പെടുമ്പോൾ ഒന്ന് മോഡ് മാറ്റേണ്ടി വരും. സാൻഡ് മോഡിലേക്ക് പോകേണ്ടി വരും. ബാക്കിയെല്ലാം നോർമൽ മോഡിൽ ഓടിച്ചിട്ടാണ് നമ്മൾ ആ റോക്കിനകത്തും എല്ലാം കയറിയത്. ആ റോക്കിനകത്ത് കയറിയപ്പോൾ നമ്മൾ റോക്ക് മോഡിലോട്ട് മാറി. പക്ഷേ ആ തടിയുടെ ഉള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു. നല്ലപോലെ സസ്പെൻഷൻ ഉപയോഗപ്പെടുത്തുന്ന ഒരു സമയമായിരുന്നു. ആ ഒരു ഇതിൽ പോലും നമുക്ക് നോർമൽ ബോഡിയിൽ നിന്ന് വിട്ട് പോകേണ്ടി വന്നില്ല. റോക്കിൽ മാത്രം ആ ഒരു കുറച്ചുകൂടെ ട്രാക്ഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് റോക്ക് മോഡിലേക്ക് പോയത്. എന്ത് രീതിയിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം എന്ന രീതിയിൽ തന്നെയാണ് ടാറ്റ ഇതിനെ മേക്ക് ചെയ്തിരിക്കുന്നത്. അടുത്ത ഒരു ഐക്കോണിക് പ്രോഡക്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ചുകൂടെ ലക്ഷറി ഫീച്ചർ വേണ്ടുന്നവർക്ക് ഇതാണ്. ഇതിനകത്ത് സമൻ മോഡ് ഉണ്ട്, ഓട്ടോ വാലറ്റ് മോഡ് ഉണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടിയെ നമുക്ക് ഓട്ടോ ആയിട്ട് ഈ ഒരു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് വണ്ടിയെ പാർക്ക് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. NFC കാർഡ്, ഈ ഒരു കാർഡ് വെച്ചിട്ടും വണ്ടിയെ നമുക്ക് ഓണാക്കാനും
എല്ലാം പറ്റും. വളരെ സിമ്പിളായിട്ട് ഒരു ATM കാർഡ് പോലത്തെ ഒരു കാർഡ് കൊണ്ടു നടത്താം. അത് പേഴ്സ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം. കീ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. കുറച്ച് പക്ഷേ ഒരു സേഫ്റ്റി പർപ്പസിന് നമ്മൾ കീ എപ്പോഴും കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. പവറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. 504 Nm ടോർക്കാണ്. ഈ ടോർക്ക് ഫിഗറൊക്കെ നമ്മൾ കേൾക്കണമെങ്കിൽ ഒരു ലക്ഷറി സെഗ്മെന്റിലുള്ള വണ്ടിയിലാണ് കേട്ടോണ്ടിരുന്നത്. ആ ടോർക്കാണ് ഇപ്പോൾ ഈ വണ്ടിയിലേക്ക് കിട്ടുന്നത്. ഓടിക്കുമ്പോൾ തന്നെ അറിയാം. നമ്മുടെ കൂടെ വന്ന ചേട്ടനുണ്ട്, ഒരു ക്രിസ്ത്യായിട്ട് വന്ന ചേട്ടൻ പറയുന്നത് നിങ്ങൾ എവിടേക്കോ പോവാണ്, എന്തോ സ്പീഡിലാണ് പോകുന്നതൊക്കെ ചോദിക്കുന്നത്. കാരണം അത്രത്തോളം കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ഏത് വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ചിരിക്കേണ്ട കാര്യമല്ല, എനിക്ക് ആ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ, ക്വിക്കായിട്ട് ഓവർടേക്ക് ചെയ്യുക. അത് EVയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടോർക്ക് 504 ടോർക്ക് ഉണ്ട്. പിന്നെ 306 BHP ആണ് ഇതിന്റെ പവർ വരുന്നത്. അപ്പോൾ ആ ഫിഗറിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. അത്രയും പവർ ഫിഗർ ഉണ്ടായതുകൊണ്ട് തന്നെ 5.8 സെക്കൻഡ് 0 to 100. അപ്പോൾ 0 to 100 എത്താൻ പറ്റുന്നതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അത്രത്തോളം ബ്രേക്കിംഗ് വേണം. 4 ബ്രേക്കും ഡിസ്ക് ബ്രേക്ക് ആണ്. അത് ബേസ് വേരിയന്റ് ഇട്ടുണ്ട്. 6 എയർ ബാഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്രേക്കിംഗ് നമുക്കൊരു 5 സെക്കൻഡ്സിനകത്ത് തന്നെ ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്താനും പറ്റും. ഇൻ കേസ് നമ്മൾ ബ്രേക്കിനകത്ത് ഫെയിൽ ആയാൽ പോലും, ഇൻ കേസ് നമ്മൾ ഫ്രണ്ടിൽ പോകുന്ന ഒരു വണ്ടി, ഒരു നല്ല ഒരു ട്രാഫിക് ഉള്ള സിറ്റുവേഷൻ, നമ്മൾ ബ്രേക്ക് ചെയ്തില്ല, നമ്മൾ എന്തെങ്കിലും ഒന്ന് മിസ്സായി പോയി എങ്കിലും ഇത് ബ്രേക്ക് ആയിക്കോളും. അഡാസ് ഉണ്ട് വണ്ടിയിൽ. ഇപ്പോൾ ബേസ് വേരിയന്റിൽ അഡാസ് ഇല്ല. അഡാസ് ഉള്ള വണ്ടിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ആയിക്കോളും. ഇപ്പോൾ ഹൈവേയുടെ പണി ഓൾമോസ്റ്റ് തീരാറായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈവേ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട്. അത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട് വണ്ടിയുടെ സ്പീഡ് അനുസരിച്ച് വണ്ടിയുടെ സ്പീഡ് അഡ്ജസ്റ്റ് ആയി ഓടിക്കോളും. കുറേയും കൂടത്തില്ല, നമ്മൾ ലിമിറ്റ് ചെയ്തേക്കുന്ന സ്പീഡ് കൂടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് വണ്ടി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളിൽ മറ്റൊരു കാര്യമാണ് വണ്ടിയുടെ കോർണറിംഗ് എബിലിറ്റി. നമുക്ക് വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കാതെ തന്നെ വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് കയറി പോകാം. നമ്മൾ ബ്രേക്ക് ചെയ്യുന്നില്ല, സിമ്പിൾ ആയിട്ടാണ് വണ്ടി തിരിച്ചെടുക്കാൻ പറ്റുന്നത്. വണ്ടി സ്ലിപ്പ് ആവുകയോ അങ്ങനെ ഒന്നും. അതിൻ്റെ അതൊരു ഗുണമെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഒരു ബോഡിയുടെ കണ്ടീഷനും അതിൻ്റെ ഒരു ഫാക്ടറാണ്. സെന്റർ ഓഫ് ഗ്രാവിറ്റി വണ്ടിക്ക് കൂടുതലാണ്. കാരണം ബാറ്ററി ഏറ്റവും അടിയിരിക്കുന്നു, വെയിറ്റ് ബാലൻസ് ചെയ്യുന്നുണ്ട്. കട്ടറുള്ള മോശം റോഡ് വന്നപ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് 205 mm വരുന്ന നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഒരു കാര്യത്തിലും അങ്ങനെയുള്ള ഒരു ടെക്നോളജി ബേസ് ഉള്ള കാര്യങ്ങളൊന്നും ഒരു കോംപ്രമൈസ് കൊടുത്തിട്ടില്ല. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്ലാറ്റ്ഫോം EVയിൽ ബേസ് ചെയ്ത ആക്റ്റീവ് EV പ്ലസ് എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു ജനറേഷൻ പ്ലാറ്റ്ഫോമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി എവിടെ വെക്കണം, കൂളിംഗ് സിസ്റ്റം എങ്ങനെ വെക്കണം, അങ്ങനെ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും ഇല്ല. പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ ലൈഫിനകത്ത് ഇത്രത്തോളം ഒരു 15 വർഷത്തോളം വാറണ്ടി കൊടുക്കാൻ ടാറ്റയ്ക്ക് സാധിക്കുന്നത്. അതിനകത്ത് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ 80% വരെ നമുക്ക് തീർച്ചയായിട്ടും വാറണ്ടി ബേസിൽ കവർ ചെയ്തു പോകും. അപ്പോൾ ആ ടെൻഷൻ അടിക്കേണ്ട, 100% ടെൻഷൻ ഫ്രീ ആയിട്ട് വണ്ടി കൊണ്ടു നടക്കാം. ഇതിന്റെ സർവീസിനായാലും വലിയ കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ ടയർ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോഴത്തെ വണ്ടിയിലൊക്കെ വന്നപ്പോഴത്തേക്ക് ടയറിൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ടയർ ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആവാനാണ് ചാൻസ്. ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് ഭയങ്കര സോഫ്റ്റ് കോമ്പൗണ്ടിൽ വന്നിരുന്ന ടയർ ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു മാനുഫാക്ചേഴ്സ് അതിനകത്ത് ചെറിയൊരു മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒഫീഷ്യലി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ടയർ കാണുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണ്. സ്റ്റിയറിംഗിൽ ഒട്ടുമിക്ക എല്ലാ കൺട്രോൾസും ഉണ്ട്. അതിനകത്ത് നമുക്ക് എനർജി റീജനറേഷന്റെ കൺട്രോളിനായിട്ട് പവർ ഷിഫ്റ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുവഴി നമുക്ക് പ്ലസും മൈനസും ചെയ്യാൻ പറ്റും. ബാക്കി അഡാസിന്റെ കൺട്രോൾസ്, ഫോൺ കൺട്രോൾസും എല്ലാം നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് കോളത്തിൽ തന്നെ കാണാം. 4 സ്പോക്ക് ആയിട്ടുള്ള ഒരു വളരെ പ്രാക്ടിക്കലും അതുപോലെ പ്രീമിയം ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഇത്രത്തോളം വെയിറ്റ് ഉള്ള ഒരു വാഹനമാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എന്ന് ഒരു തരത്തിൽ നമുക്ക് സ്റ്റിയറിംഗിൽ ഫീൽ ചെയ്യില്ല. അത്രത്തോളം ലൈറ്റ് സ്റ്റിയറിംഗ് ആണ്. പ്രത്യേകിച്ച് ഹിൽ സ്റ്റേഷൻ ഒക്കെ കയറുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ CR ഇറങ്ങിയപ്പോൾ തന്നെ വന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ സസ്പെൻഷൻ. സൂപ്പർ ഗ്ലൈഡ് സസ്പെൻഷൻ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനകത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു വെള്ളം ഒരു ഗ്ലാസ് ഇവിടെ നിറച്ച് വെച്ചിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്തിരുന്നു. അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നും അതിന് സംഭവിച്ചിട്ടില്ല. അത്രത്തോളം എഫിഷ്യന്റ് ആണ്. അതുകൊണ്ടോടൊപ്പം തന്നെ നമുക്ക് ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ് FDDയും കൂടെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് രണ്ടുകൂടെ വന്നപ്പോഴത്തേക്ക് ഒരു പ്രീമിയം അല്ലെങ്കിൽ ഒരു ലക്ഷറി വാഹനത്തിൽ ഉപയോഗിക്കുന്ന ഒരു സസ്പെൻഷൻ എന്നുള്ള രീതിയായി. സാധാരണ നമ്മൾ ഒരു കട്ടറിലൊക്കെ വീഴുമ്പോഴത്തേക്ക് ആ ഒരു ഷേക്ക് നമ്മൾ ഇരിക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും ചെറിയൊരു രീതിയിലെങ്കിലും അനുഭവപ്പെടും. പക്ഷെ ഇതിനകത്ത് ആ ഒരു സംഭവം ഇല്ല. ഭയങ്കര ലൈറ്ററായി ടാറ്റ അല്ല എന്നൊരു തോന്നൽ തോന്നും. അത്രത്തോളം രീതിയിലാണ് സസ്പെൻഷനകത്ത് അഡ്വാൻസ്മെന്റ് കൊണ്ടുവന്നത്. നല്ല നല്ല അപ്ഡേഷൻസ് ആണ്, വളരെ ഫാസ്റ്റർ ആയിട്ട്. ഇപ്പൊ ടാറ്റയുടെ ഒരു വർഷം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഒരുപാട് ഇന്നോവേഷൻസും ഒരുപാട് ലോഞ്ചസും വരുന്നുണ്ട്. ഇത്രത്തോളം ലോഞ്ചസ് വരുന്നതിന്റെ റീസൺ തന്നെ ഇത്രത്തോളം ചേഞ്ചസ് ടാറ്റ കൊണ്ടുവരുന്നതുകൊണ്ടാണ്. വളരെ ഫാസ്റ്റർ ആയിട്ടാണ് കാര്യത്തിലൊക്കെ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ടാറ്റ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 സ്ക്രീൻ ഉണ്ട്. കോപ്പാസഞ്ചർ വേണമെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ആ ഒരു സ്ക്രീൻ ഫുള്ളി കൺട്രോൾ ചെയ്യാം, അതിനകത്ത് ഗെയിം കളിക്കാം, അങ്ങനെ കുറെ ആക്ടിവിറ്റി അതിനകത്ത് ചെയ്യാം. പിന്നെ ഡ്രൈവർക്ക് പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. ഇത് HUD എന്ന് പറയും, ഹെഡ് അപ്പ് ഡിസ്പ്ലേ. സ്ക്രീൻ പൊങ്ങി വരില്ല, ഒരു ലേസർ ടെക്നോളജിയാണ്. ആക്ച്വലി നമ്മുടെ വിൻസ്ക്രീനിലാണ് അതിന്റെ ഒരു പ്രൊജക്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാതെ വണ്ടിയുടെ സ്പീഡ്, എന്തെങ്കിലും പെഡസ്ട്രിയൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ, അതുപോലെ തന്നെ നാവിഗേഷൻ ഇൻഫർമേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് നമുക്ക് കിട്ടും. അതൊക്കെ ഒരു ഭയങ്കര ടെക്നോളജി ബേസ് നമ്മൾ പല പണ്ടത്തെ സിനിമകളൊക്കെ കണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. ഇത് ആക്ച്വലി നേരത്തെ ഉള്ള ടെക്നോളജിയാണ്, പല വണ്ടികളിലും ഉണ്ട്. എങ്കിലും വളരെ രസകരമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളല്ല. റീസെന്റ് ആയിട്ട് ഇപ്പൊ ടാറ്റ ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്തപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആവുന്നൊന്നും പറയുന്നില്ല. ഒരു 250 കിലോമീറ്റർ ഓടാനുള്ള ചാർജ്, ഒരു 120 വാട്ടിന്റെ ഒരു ചാർജിങ് സ്റ്റേഷൻ കിട്ടിയാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ വണ്ടിയുടെ ഒരു ടെൻഷൻ, EVയിലൊക്കെ പോകുമ്പോൾ ടെൻഷൻ നമ്മൾ ചാർജ് തീർന്നു
പോവോ? അങ്ങനെ ഒരു ആവശ്യമില്ല ഇനി. കാരണം അത്രത്തോളം ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് വന്നു, ചാർജ് ചെയ്യുന്ന സ്പീഡും കൂടി. അത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ ഇതുമായിട്ടൊരു ക്യാമ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ എക്യുപ്മെന്റും നമ്മുടെ വണ്ടിയിൽ തന്നെ പ്ലഗ് ആൻഡ് പ്ലേ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേറൊരു വണ്ടി, ഇപ്പം നമ്മുടെ അടുത്ത് ടിയാഗോ ഉണ്ട്, അത് നമ്മുടെ കൂടെ വന്നിരിക്കുകയാണ്. അതൊന്ന് ചാർജ് ചെയ്യണമെങ്കിലും അതും പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വണ്ടിയിൽ ആ രീതിയിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ലക്ഷറി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ മെമ്മറി ഫംഗ്ഷൻ ആണ് സീറ്റിന് വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു ഡ്രൈ ക്ലൈമറ്റ് ആണെങ്കിൽ നമ്മൾ അത്യാവശ്യം വിയർക്കാതൊക്കെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ പുറം എപ്പോഴും വെറ്റാവാറുണ്ട്. നമ്മൾ ഈ പ്രോപ്പറായിട്ട് AC ടെമ്പറേച്ചർ കുറച്ച് വെച്ചാൽ പോലും വെറ്റാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒന്നും വരുന്നില്ല. ഇനി ബാക്കിലിരിക്കുന്ന പാസഞ്ചേഴ്സിനായാൽ പോലും അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട്. 2 സ്റ്റെപ്പ് റിക്ലൈനിങ് ആണ്. നമുക്ക് അത്യാവശ്യം ലഗേജ് കൊണ്ടുപോകാനായിട്ട് ഏകദേശം ഒരു 622 ലിറ്റർ വരുന്ന ഒരു ഹ്യൂജ് ബൂട്ട് സ്പേസ് ഉണ്ട്. പിന്നെ അതും പോരാഞ്ഞ് ഫ്രണ്ടിൽ ട്രാങ്ക് സ്പേസ്, മീനൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ട്രാങ്ക് വെക്കാം, അല്ലെങ്കിൽ വാളെടുക്കും ബാക്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലക്ഷറി ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ തന്നെ അതിനോടൊപ്പം പറയേണ്ട കാര്യമാണ് ഇതിനകത്ത് വരുന്ന സ്പീക്കർ സിസ്റ്റം. JBLന്റെ 12 സ്പീക്കർ സിസ്റ്റം ആണ് ചെയ്തേക്കുന്നത്. ഡോൾബി അറ്റ്മോസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സൗണ്ട് ബാർ മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു എക്കോ സിസ്റ്റം ഭയങ്കര രസമാണ്. നല്ലപോലാണ് ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. നമുക്ക് ഏത് രീതിയിൽ ഇപ്പൊ ഡ്രൈവർക്ക് സെപ്പറേറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാം, പാസഞ്ചർക്കും ആർക്കും വളരെ ഈസി ആയിട്ട് ട്യൂൺ ചെയ്ത് അത് നല്ല രീതിയിൽ മ്യൂസിക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ സിയാറയുടെ വിശേഷങ്ങൾ. നല്ലൊരു ഡ്രൈവ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനകത്ത് നല്ലപോലെ എക്സ്പീരിയൻസ് തന്ന മറ്റൊരു ഭാഗമാണ് ഈ കാണുന്ന സൺറൂഫ് കേട്ടോ. പനോരമിക് സൺറൂഫ് ഒരു ബിഗ്ഗർ സൺറൂഫാണ്. പനോര മാക്സ് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും രസകരമായ യാത്രയായിരുന്നു. ഒരുപാട് നേരം വണ്ടി ഓടിക്കാൻ പറ്റി. ഇപ്പൊ നമ്മള് വണ്ടിയിൽ ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹിൽ സ്റ്റേഷൻ ഇറങ്ങിയാണ്. നമ്മൾ മേളിൽ എത്തിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നമുക്കൊരു 62% ചാർജിങ് ഉണ്ടായിരുന്നു. ഇപ്പൊ 63% ചാർജായി. നമ്മൾ മേളിൽ നിന്ന് ഇറങ്ങി ഓൾമോസ്റ്റ് പകുതിയാണ്, എന്നിട്ട് 63% ചാർജ് കയറിക്കൊണ്ടിരിക്കുക. ഹിൽ സ്റ്റേഷന്റെ ഇവിടെ മേളിലും ചാർജർ ഉണ്ട്. ഹിൽ സ്റ്റേഷൻ ഇപ്പൊ ഏത് ഹിൽ സ്റ്റേഷൻ ആയാലും മേളിൽ ചെന്നിട്ട് വണ്ടി ഫുള്ള് ചാർജ് ചെയ്യാതിരിക്കുക. കാരണം തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് വണ്ടിയിലേക്ക് വീണ്ടും ചാർജ് ചെയ്യണം. അപ്പൊ അതൊരു അപകടമായിരിക്കും. അതുകൊണ്ട് ഫുൾ ചാർജ് ചെയ്തിട്ട് ഹിൽ സ്റ്റേഷൻ ഇറങ്ങിയത്. മേളോട്ട് കയറുമ്പോൾ ഫുള്ള് ചാർജ് ചെയ്തിട്ട് കയറുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിന്റെ പ്രൈസ് അറിയാമല്ലോ, 20 ലക്ഷം രൂപയാണ്. ബേസ് വേരിയന്റ് എടുത്താൽ പോയിട്ട് അത്യാവശ്യം നല്ല ഫീച്ചർ ഉണ്ട്. അലോവിയിലുണ്ട്, സേഫ്റ്റിയിൽ എയർ ബാഗും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അഡാസ് ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. ക്യാമറ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ബേസ് വേരിയന്റ് വരുന്നുണ്ട്. നോർമൽ ഒരു വണ്ടിയുടെ ബേസ് വേരിയന്റ് പോലല്ല, ഒരു സ്റ്റാർട്ടിംഗ് വേരിയന്റ് എന്നേ പറയാൻ പറ്റും. ഒരിക്കലും ബേസ് വേരിയന്റ് എന്ന് പറയാൻ പറ്റില്ല. ആ രീതിയിലാണ് ഫീച്ചർ റിച്ച് ആയിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് വണ്ടികൾ ഇറങ്ങി ഒരു ബിഗ് ഫ്യൂച്ചർ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, താല്പര്യപ്പെടുന്നു. താങ്ക് യു.